28 വയസ്സുകാരിയായ അമ്പിയുടെ പങ്കാളിയാണ് 59 വയസ്സുകാരനായ സത്യപാലൻ. എൻ്റെ പേര് സത്യപാലൻ, വീട് കളവങ്കോടത്താണ്. ചേർത്തല നഗരത്തിലേക്ക് അമ്പിയുമായി സത്യപാലൻ എത്തിയാൽ നഗരവാസികൾക്കെല്ലാം കൗതുകമാണ്. വർഷങ്ങൾ നീണ്ട ഇരുവരുടെയും കൂട്ടുകെട്ടില്ലാതാക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ഇരുവരും വഴി പിരിഞ്ഞില്ല. ഇതിനകത്ത് പല ആൾക്കാരും വന്ന് ഇത് കൊടുക്കണ്ടോ എന്ന് പലരും വന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, ഞാനിത് എൻ്റെ ചോറാണിത്, ഞാനിത് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു വണ്ടിയെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. വേറെ വണ്ടി മേടിച്ചാൽ പോലും ഞാനിത് കൊടുക്കില്ല. ഇരുവരുടെയും ഇഴപിരിയാത്ത സൗഹൃദം കണ്ട ചേർത്തലക്കാർ അംബാസിഡറിന് നൽകിയ വിളിപ്പേരാണ് അമ്പി. സത്യപാലൻ്റെ സ്വന്തം അമ്പി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിയറിംഗ് ഗിയറാണ്. ഇത് സ്റ്റിയറിംഗ് ഗിയറാണ്. ഇത് കമ്പനിയിൽ നിന്ന് വന്നതുപോലെ തന്നെ കിടക്കുക. ഇതിനകത്തുനിന്ന് നമ്മൾ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. കമ്പനിയിൽ നിന്ന് വന്ന ഈ ഡാഷ്ബോർഡും എല്ലാം കമ്പനിയിൽ നിന്ന് വന്ന പോലെ തന്നെ ഇരിക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് ഗിയറും അതുപോലെ തന്നെ. 28 വർഷം മുൻപ് പത്തനംതിട്ടയിലെ ആദ്യ ഉടമയിൽ നിന്ന് 87,000 രൂപ നൽകി വാങ്ങിയതോടെയാണ് അമ്പി സത്യപാലൻ്റെ സ്വന്തമാകുന്നത്. അന്ന് ചേർത്തലയിലേക്ക് എത്തിച്ച അംബാസിഡർ കാറിന് സുഹൃത്തുക്കളും ഏറെയായിരുന്നു. 3 പതിറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന കാലചക്രത്തിൽ സത്യപാലൻ്റെ അംബാസിഡറിനൊപ്പമുണ്ടായിരുന്ന പല വാഹനങ്ങളും അപ്രത്യക്ഷമായി. ഇവിടെ ഒരു 20-25 ടാക്സി, അംബാസിഡർ ടാക്സികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചേർത്തല താലൂക്കിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ടും 28 വർഷം വളയം പിടിച്ച തൻ്റെ ആദ്യ പ്രണയിനിയെ കൈവിടാൻ സത്യപാലൻ തയ്യാറല്ല. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശമുള്ള ടാക്സി സ്റ്റാൻഡ് പുതുതലമുറ വാഹനങ്ങൾ കൈയടക്കുമ്പോൾ അവിടെ നിരവധി മധുരമുള്ള ഓർമ്മകളുമായി സത്യപാലൻ്റെ അമ്പിയുമുണ്ടാകും. AC ഇല്ലാത്തതിനാൽ ദൂരയാത്രയ്ക്കാരും വിളിക്കാറില്ലെന്ന പരിഭവമല്ലാതെ മറ്റൊന്നും സത്യപാലനും പറയാനില്ല. പാസഞ്ചർ വന്ന് ഇപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പോകും, ഓട്ടം പോകും. വണ്ടി കുഴപ്പമില്ല, കണ്ടീഷനാണ് വണ്ടി. AC ഇല്ലെന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാനുള്ള ധൈര്യത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. ഇത്ര കാലത്തിനിടയ്ക്ക് വലിയ അനുസരണക്കേടുകളൊന്നും വാഹനം കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ 28 വർഷം മുൻപ് കയ്യിലേക്ക് എത്തിയ സമയത്തെ കരുതലാണ് ഇപ്പോഴും ഈ പഴയ അംബാസിഡറിനോട് സത്യപാലനുള്ളത്. 23 വർഷമായി ഞാനിതും കൊണ്ട് നടക്കുന്നത്. പക്ഷേ എന്നെ വഴിയിൽ ഇതുവരെയും കിടത്തിയിട്ടില്ല വണ്ടി. ഞാനും ഈ വണ്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ദൂരെ പോയിരിക്കുന്നത് തിരുനെൽവേലി, മധുര, കോയമ്പത്തൂർ, മൂകാംബിക ഒക്കെ പോയിട്ടുണ്ട് ഈ വണ്ടിയായിട്ട്. ഇക്കാലത്തിനിടയ്ക്ക് പലരും വന്ന് അംബാസിഡറിന് വില പറഞ്ഞെങ്കിലും ആർക്കും തൻ്റെ സ്വപ്നവാഹനം കൈമാറാൻ സത്യപാലനും തയ്യാറായില്ല. ചേർത്തല നഗരത്തിൻ്റെ വീഥികളിൽ 28 കടന്ന സത്യപാലൻ്റെയും അമ്പിയുടെയും പ്രണയയാത്ര ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീണ്ടു നിവർന്നിരിക്കാം. ഇപ്പം നമുക്ക് സാധാരണ ഒരു ചാരുബഞ്ചയിൽ എങ്ങനെ ഇരിക്കണോ ആ ചാരുബഞ്ചയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. എത്ര ദൂരം, എത്ര മണിക്കൂർ യാത്ര ചെയ്താലും നമ്മൾക്ക് കയ്യോ കാലോ മരവിക്കുകയില്ല. വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഇറങ്ങി നടന്നു പോകാം. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത.